എല്ലാവർക്കും നമസ്കാരം. +2 എക്കണോമിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എക്സാമിൻ്റെ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എക്കണോമിക്സിൻ്റെ എക്സാമാണ്. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ എണീറ്റ് നിൽക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ നല്ല രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇനി തേർഡ് ചാപ്റ്റർ, മൈക്രോ എക്കണോമിക്സിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ഉൽപ്പാദനവും ചെലവും എന്ന് പറയുന്ന ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ചാപ്റ്റർ, അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു ഭാഗമാണ് ഞാനിവിടെ ബോർഡുമേ വരച്ച് വെച്ചിട്ടുള്ളത്. അഥവാ TC, TFC, TVC, AFC, AVC, MC അവകളുടെ ഗ്രാഫുകൾ എങ്ങനെയൊക്കെയാണ്, ഡയഗ്രാംസുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അത് മാത്രമല്ല, 2023 വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഈ ഒരു പ്രോബ്ലം, ഒരു പട്ടിക കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം കൂടിയുണ്ട്. അതുകൂടിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ വിഷയം, നമ്മളിപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ആ ടേബിളിൽ ചെലവുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടില്ല. അത് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യും. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു പ്രോബ്ലമാണ് ഇനി ഞാൻ ബോർഡുമേ വരച്ച് വെച്ചിട്ടുള്ളത്. എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോയിലേക്ക് കടന്നു വരിക. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആകെ എത്രയേ ഉള്ളൂ. ഇത് ക്യൂ തന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്, TC തന്നിട്ടുണ്ട്. നമ്മൾ കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് TFC, TVC, AFC, AVC, MC. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കേണ്ട, ഈ ഒരു ക്വസ്റ്റ്യൻ ഷോർട്ട് റൺ കാലത്തെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വന്ന ചെലവുകളെ കുറിച്ചിട്ടാണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ ഷോർട്ട് റണ്ണിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ഇൻപുട്ടുകളെയും മാറ്റം വരുത്താൻ നമുക്ക് കഴിയില്ല. വേരിയബിൾ ഇൻപുട്ടിൽ മാത്രം മാറ്റം വരുത്താൻ കഴിയുള്ളൂ. മറിച്ച് ഏതിൽ മാറ്റം വരുത്താൻ കഴിയില്ല? ഫിക്സ്ഡ് ഇൻപുട്ടിൽ മാറ്റം വരുത്താൻ കഴിയില്ല. അത് നമുക്ക് എല്ലാവർക്കും പഠിച്ചു കഴിഞ്ഞതാണ്. കാരണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിക്സ്ഡ് ഇൻപുട്ടുകളെ മാത്രം മാറ്റം വരുത്താൻ കഴിയില്ല. ഒരു ചുരുങ്ങിയ സമയം വരെ മാത്രമേ നമുക്ക് ഫിക്സ്ഡ് ഇൻപുട്ടിൽ മാറ്റം വരുത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? TFCയുടെ ഇക്വേഷൻ എന്താണ്? TC മൈനസ് TVC എന്നാണ്. TC മൈനസ് TVC എന്നാണ്. TVCയുടെ ഇക്വേഷൻ എന്താണ്? TC മൈനസ് TFC എന്നാണ്. AFCയുടെ ഇക്വേഷൻ TFC ഡിവൈഡഡ് ബൈ Q എന്നാണ്. AVCയുടെ ഇക്വേഷൻ TVC ഡിവൈഡഡ് ബൈ Q എന്നാണ്. MCയുടെ ഇക്വേഷൻ ഡെൽറ്റ TC ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q എന്നാണ്. ഇതാണ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ആദ്യം അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ആദ്യം ഡിഫൈൻ ചെയ്യുക. TFC എന്ന് പറയുന്നത് TCയിൽ നിന്ന് TVC മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ TFC കിട്ടും. TVC കാണുന്നത് TC ആയിട്ടുള്ളതിൽ നിന്ന് TFC മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ TVC കിട്ടും. അതുപോലെ തന്നെ AFC എന്ന് പറയുന്നത് TFCയിൽ നിന്ന് Q അഥവാ പ്രൊഡക്ഷൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? AFC കിട്ടും. AVC കിട്ടുന്നത് TVCയെ Q കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ Q പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്, അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ AVC കിട്ടും. അവസാനത്തത് SMC അഥവാ MC കാണുന്നത് TCയിൽ വന്ന മാറ്റവും പ്രൊഡക്ഷനിൽ വന്ന മാറ്റവും തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? SMC കിട്ടും അഥവാ MC കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടേബിൾ TFC ആണ്. TFC നമുക്ക് എന്ത് തന്നിട്ടില്ല? TFC കാണണമെങ്കിൽ എന്ത് വേണം? TVC കാണണം. TVC ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, ഈ ഒരു മൂന്നെണ്ണത്തിൻ്റെ ഗ്രാഫ് ഞാൻ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് ഇങ്ങനെ X അക്ഷത്തിന് സമാന്തരമായിട്ട് ഇങ്ങനെ വരച്ചു. ഒന്ന് 0യിൽ നിന്ന് തുടങ്ങുന്ന ഒരു ഗ്രാഫ് വരച്ചു. മൂന്നാമത്തത് എത്രയാണോ TFC, ആ TFCയിൽ നിന്ന് തുടങ്ങുന്ന മറ്റൊരു ഗ്രാഫ് വരച്ചു. അതിൻ്റെയൊക്കെ പേര് നമ്മൾ അറിഞ്ഞിരിക്കുക. ഒന്നാമത്തത് നമുക്ക് ആവശ്യമുള്ള ഒന്നെന്ന് പറയുന്നത് TFC ആണ്. ആ TFCയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്.
TFC. കാരണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഷോർട്ട് റൺ കാലത്ത് മാറ്റങ്ങൾ ഒരിക്കലും മാറ്റം വരുത്താൻ കഴിയാത്ത ഒരു ഇൻപുട്ടാണ് TFC എന്ന് പറയുന്നത്, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കെട്ടിടങ്ങൾ, കറണ്ടുകളൊക്കെ എന്താണ്, കറണ്ട് അതൊക്കെ നമുക്ക് ഫിക്സ്ഡ് ഇൻപുട്ടുകൾക്ക് പറയാൻ പറ്റുന്ന ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇത് ഹൊറിസോണ്ടലായിട്ട് എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ട് വരച്ച ഈ ഒരു ഗ്രാഫാണ് TFCയുടെ ഗ്രാഫ്. അപ്പോൾ അടുത്തത് നമുക്ക് ആവശ്യമുള്ളത് TC എന്ന് പറയുന്നത് എപ്പോഴും TFC എത്രയാണോ അതുമെന്നാണ് ഏത് പോവുക, TC പോവുക. അപ്പോൾ 0യിൽ നിന്ന് തുടങ്ങുന്ന ഇതായിരിക്കും ഏത് TVC എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ടേബിൾ, ഫസ്റ്റത്തെ ടേബിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കിട്ടുമെന്നുള്ളത്. അപ്പോൾ TFC എന്ന് പറയുന്നത് എത്രയായി നിങ്ങൾക്ക് തന്നെ പറയാം, ഒന്ന് ആലോചിച്ച് നോക്കി. TFC എത്രയായിരിക്കും? TFC എന്ന് പറയുന്നത് TC എത്രയാണോ, TFC എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പറഞ്ഞു TFC എന്നാണ് ഏത് പോകുന്നത്, TC പോകുന്നത്. അപ്പോൾ TC എത്രയാണ്? 10. അപ്പോൾ TFC എത്രയായിരിക്കും? 10 തന്നെ ആയിരിക്കും. അപ്പോൾ TFC 10 ഒന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റങ്ങൾ ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റാത്തതാണല്ലോ, ഹൊറിസോണ്ടലായിട്ട് വരച്ചതാണല്ലോ. ബാക്കിയുള്ളത് മുഴുവനായിട്ടും എന്തായിരിക്കും? 10 തന്നെയായിരിക്കും. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ TFC നമുക്ക് കിട്ടി. ഇനി ബാക്കി നമുക്ക് ചെയ്തുകൂടെ? എങ്ങനെ കാണാം? TVC കാണുമ്പോൾ എന്ത് ചെയ്താൽ മതി? TCയിൽ നിന്ന് TFC മൈനസ് ചെയ്താൽ മതി. TC മൈനസ് TFC ഈക്വൽ ടു 0. ഓക്കെ. അടുത്തത് 30 മൈനസ് 10 20, 45 മൈനസ് 10 35, 55 മൈനസ് 10 എത്രയാണ്? 45, 70 മൈനസ് 10 60, 90 മൈനസ് 10 80, 120 മൈനസ് 10 110. നമുക്ക് എന്ത് കിട്ടി? TVC കിട്ടി. TVC എപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു 0യിൽ നിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞിരുന്നു. അത് 0യിൽ നിന്നല്ല TVC തുടങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് കാണാനുള്ളത് AFC ആണ്. AFC കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, TFC ഡിവൈഡ് ബൈ Q. TFC ഡിവൈഡ് ബൈ Q. TFC എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. 10 ഡിവൈഡ് ബൈ 0 0, 10 ഡിവൈഡ് ബൈ 1 10, 10 ഡിവൈഡ് ബൈ 1 10, 10 ഡിവൈഡ് ബൈ 2 5, 10 ഡിവൈഡ് ബൈ 3, 10 ഡിവൈഡ് ബൈ 3 എത്രയാണ്? 3.3. അതുപോലെ തന്നെ ഇനി അടുത്ത് 10 ഡിവൈഡ് ബൈ 3 പറഞ്ഞു, 10 ഡിവൈഡ് ബൈ 4 2.6, 10 ഡിവൈഡ് ബൈ 5 2, 10 ഡിവൈഡ് ബൈ 6 1.6 എന്ന് കിട്ടും. AFC കിട്ടി. അതേപോലെ ഇനി അടുത്തത് TVC ഡിവൈഡ് ബൈ Q കണ്ടു കഴിഞ്ഞാലാണ് എന്തെന്ന് കിട്ടുക? AVC കിട്ടുക. AVC എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ എന്ത് വേണം? TVC ആണ് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടത് ഈ ഒരു ഭാഗം. അതെന്താ? 0 ഡിവൈഡ് ബൈ 0 ഈക്വൽ ടു 0, 20 ഡിവൈഡ് ബൈ 1 20 ഡിവൈഡ് ബൈ 1 20, 35 ഡിവൈഡ് ബൈ 2 17.5. അടുത്തത് 45 ഡിവൈഡ് ബൈ 3 15, 60 ഡിവൈഡ് ബൈ 4 15, 80 ഡിവൈഡ് ബൈ 5 16 അടുത്ത് 110 ഡിവൈഡ് ബൈ 6 18.3. ഓക്കെ. അങ്ങനെയാണ് AVC കാണുക. ഇനി നമുക്ക് കാണാൻ പോകുന്നത് MC ആണ്. ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കാണുന്നത് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഈ രണ്ടെണ്ണമാണ്. ഇത് TCയും Q ആണ് വേണ്ടത്. അപ്പോൾ പക്ഷേ അതിനുള്ളിൽ എന്തുണ്ട്? ചേഞ്ച് വരുന്നുണ്ട്. അത് ഡെൽറ്റ TC ഡിവൈഡ് ബൈ ഡെൽറ്റ Q എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഡെൽറ്റ TC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ ഇവിടെ 0 ഉണ്ട് നമ്മൾ സങ്കല്പിക്കുക, അഥവാ 0ൽ നിന്ന് 10 ആയിട്ട് വർദ്ധിച്ചു. അവിടെ എത്ര മാറ്റം വന്നിട്ടുള്ളത്? 10. 0യിൽ നിന്ന് 0, അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ 0. ഇനി അടുത്തത് 10ൽ നിന്ന് 30 ആയിട്ട് വർദ്ധിച്ചു. എത്രയുടെ മാറ്റം വന്നിട്ടുള്ളത്? 10ൽ നിന്ന് 30 ആയിട്ട് എന്ന് പറഞ്ഞാൽ 20. അപ്പോൾ 20 ഡിവൈഡ് ബൈ 0ൽ നിന്ന് 1 മാറ്റം വന്നിട്ടുണ്ട്. എത്ര മാറ്റം വന്നിട്ടുള്ളത്? 1. അപ്പോൾ 20 ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ 20. അടുത്ത് 30ൽ നിന്ന് 45. 30ൽ നിന്ന് 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 15. 1ൽ നിന്ന് 2 എന്ന് പറഞ്ഞാൽ 1. 15 ഡിവൈഡ് ബൈ 1 15. അടുത്ത് 45ൽ നിന്ന് 55. എത്ര മാറ്റം വന്നുള്ളത്? 10. അപ്പോൾ 2ൽ നിന്ന് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അപ്പോൾ 10. അപ്പോൾ 55ൽ നിന്ന് 70. 55ൽ നിന്ന് 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാറ്റം വന്നിട്ടുള്ളത്? 15. അപ്പോൾ 15.
അടുത്ത് 70-ൽ നിന്ന് 90. 70-ൽ നിന്ന് 90 എന്ന് പറഞ്ഞാൽ എത്ര മാറ്റം വന്നിട്ടുള്ളത്? 70-ൽ നിന്ന് 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20. 4-ൽ നിന്ന് 5 എന്ന് പറഞ്ഞാൽ 1, അപ്പോൾ 20. അവസാനത്തെ 90-ൽ നിന്ന് 120. 90-ൽ നിന്ന് 120 എന്ന് പറഞ്ഞാൽ 30 മാറ്റം വന്നിട്ട് 5-ൽ നിന്ന് 6 എന്ന് പറഞ്ഞാൽ 1 മാറ്റം വന്നിട്ടുള്ളത്. 90-ൽ നിന്ന് 120 അഥവാ 30/1 എന്ന് പറഞ്ഞാൽ 30. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടേബിൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ കഴിഞ്ഞ് ഗ്രാഫുകൾ എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത് നമ്മളിപ്പോൾ ഏതിൻ്റെയൊക്കെ പറഞ്ഞു? TCൻ്റെ ഗ്രാഫ് ഡയഗ്രാം പറഞ്ഞു, TVCയുടെ ഗ്രാഫ് പറഞ്ഞു, അതുപോലെ തന്നെ TFCയുടെ ഗ്രാഫും പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് പറയാത്ത ഒരു ഭാഗമാണ് ഏത്? ഈ പറയപ്പെടുന്ന AFCയുടെ ഗ്രാഫ് എങ്ങനെയാണ്, അതുപോലെ തന്നെ AVCയുടെ ഗ്രാഫ് എങ്ങനെയാണ്, അതുപോലെ തന്നെ MCയുടെ ഗ്രാഫ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഈ AFCയുടെ ഗ്രാഫ് എപ്പോഴും ശ്രദ്ധിക്കുക. ഈ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കുക AFC എന്ന് പറയുന്നത് എന്താണ്? 0, 10, 5, 3.3, 2.6, 2, 1.6 എന്നായിരിക്കും. ഇങ്ങനെയായിരിക്കും ഏത് വരിക? ഈ പറയപ്പെടുന്ന AFC എന്ന് പറയുന്നതിൻ്റെ ഡയഗ്രാം വരുന്നത്. AFC അഥവാ ഈ ഒരു ഗ്രാഫിന് പറയുന്നത് റെക്റ്റാങ്കുലർ ഹൈപ്പർ പോളാർ എന്നാണ് ഇതിൻ്റെ ഈ ഒരു ഷേപ്പിന് പറയുന്ന പേര്. കഴിഞ്ഞ പ്രാവശ്യം അഥവാ ഈ ഒരു വർഷത്തെ മോഡൽ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. AFCയുടെ ഗ്രാഫിന് പറയുന്ന പേര് ഒരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. റെക്റ്റാങ്കുലർ ഹൈപ്പർ പോളയാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ AFC എന്ന് പറയുന്നതാണ് നമ്മൾ ഗ്രാഫ് വരച്ചു. ഇനി അടുത്തത് MC. എങ്ങനെയായിരിക്കും MCയുടെ ഗ്രാഫ് വരിക? MC എപ്പോഴും എന്ത് ചെയ്യുന്നു? ആദ്യം 0, 20, 15, 10, 15, 20, 30. ആദ്യം എന്ത് ചെയ്യുന്നു? പിന്നെ ആദ്യം കുറയുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? കൂടുന്നു. ആദ്യം എന്ത് ചെയ്യുന്നു? ആദ്യം കുറയുന്നു, പിന്നെ കൂടുന്നു. അഥവാ U ഷേപ്പ് ആയിരിക്കും MCയുടെ ഷേപ്പ്. ഓക്കെ, അപ്പോൾ ആദ്യം കുറയുന്നു പിന്നെ കൂടുന്നു അഥവാ U ഷേപ്പിലായിരിക്കും ഏത് വരിക? ഈ പറയപ്പെടുന്ന MC എന്ന് പറയുന്ന അതിൻ്റെ ഷേപ്പ് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോന്നിൻ്റെയും ഗ്രാഫും എങ്ങനെയാണ് കാണുക എന്നുള്ളതിൻ്റെ പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ 2023 വന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇതെങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. 2023 വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ഈ തന്നിട്ടുള്ളത്. എല്ലാവരും എങ്ങനെയാണ് എഴുതുക എന്നുള്ളതെന്ന് നമ്മളൊന്ന് എല്ലാവരും നോക്കിയിരിക്കുക. TFC, TVC, TC ആകെ തന്നിട്ടുള്ള എന്താണ്? ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, AVC തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്കിതിൻ്റെയൊക്കെ ഇക്വേഷൻസ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും TVCൻ്റെ ഇക്വേഷൻ, ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് TVC ഈക്വൽ ടു എന്താണ്? TVCൻ്റെ ഇക്വേഷൻ എന്താണ്? TC മൈനസ് TFC ആണ്. അതുപോലെ തന്നെ TCയുടെ ഇക്വേഷൻ TC ഈക്വൽ ടു TC പ്ലസ് TFC ആണ്. AVCയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? AVC ഈക്വൽ ടു TVC ഡിവൈഡഡ് ബൈ Q എന്നാണ്. MCയുടെ ഇക്വേഷൻ MC ഈക്വൽ ടു ഡെൽറ്റ TC ഡിവൈഡ് ബൈ ഡെൽറ്റ Q എന്നാണ്. നമുക്ക് എല്ലാത്തിൻ്റെ ഇക്വേഷൻസ് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. TFC 20 ആണ് എന്നാണ് തന്നിട്ടുള്ളത്. 20 ആണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ഷോർട്ട് റൺ ആണെന്ന് പറഞ്ഞിരുന്നു. ഷോർട്ട് റൺ ആണെങ്കിൽ 20 ആണ് TFC എങ്കിൽ ബാക്കിയുള്ളത് മുഴുവൻ എന്തായിരിക്കും? 20 തന്നെയായിരിക്കും. ഓക്കെ, TFC എന്ന് പറയുന്നത് 20 ആണ്. ഈ ബാക്കി മുഴുവൻ എന്തായിരിക്കും? 20 ആയിരിക്കും. ഇനി TVC കാണണം, TC കാണണം, MC കാണണം. TC കാണുന്നതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് TVC കാണാം? TC മൈനസ് TFC എന്നാണ്. TC ഇവിടെ തരാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതാണ് ഈ ഒരു ടേബിൾ മാത്രമേ കുറച്ച് ഡിഫിക്കൽട്ട് ഉള്ളൂ. ബാക്കി മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. TVC കാണണമെങ്കിൽ നമുക്ക് TVC എന്ന് പറയുന്നത് റിപ്പീറ്റേഷനായിട്ട് വരുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. AVCയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. TVC ഡിവൈഡഡ് ബൈ Q എന്നാണ്. TVC ഡിവൈഡഡ് ബൈ Q ചെയ്ത് കിട്ടിയതാണ് പറയപ്പെടുന്ന 50 എന്ന് പറയുന്ന AVC. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലുള്ള നോക്കുക. AVC എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 50 എന്ന് കിട്ടിയിട്ടുണ്ട്.
ഈക്വൽ ടു ടി വി സി എന്ന് പറയുന്നത് നമുക്ക് ബ്ലാങ്ക് ആണ് കിട്ടിയിട്ടില്ല, അതാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് തന്നിട്ടുണ്ട് 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ചെയ്ത് വെച്ചത്. എ വി സി എന്ന് പറയുന്നതാണ് 50 എന്ന് പറയുന്നത്. അതിൻ്റെ 1 എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മുകളിലുള്ള ആ ഭാഗമാണ് കിട്ടാനുള്ളത്. അതാണ് ഏത് ഈ പറയപ്പെടുന്ന TFC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 50നെ 1 കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മുകളിലുള്ള ഭാഗം കിട്ടും. 1 × 50 എന്ന് പറയുന്നത് 50. അപ്പോൾ 50 എന്നുള്ളതാണ് ഏത് ഈ പറയപ്പെടുന്ന 50 പറയുന്ന TVC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എങ്ങനെ ചെയ്യാം ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ 40 എന്നാണ്. 40 ഈക്വൽ ടു ഡാഷ് ഡിവൈഡഡ് ബൈ 2 എന്നാണ്. 2നെ 40 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും, 80 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 80 ആണ് അടുത്തത്. ഓക്കെ, അടുത്തത് 40 കഴിഞ്ഞ് ഇനി അടുത്ത എത്രയാണ്, 35 നമുക്ക് ഉത്തരം കിട്ടിയിട്ടുള്ളത്. അതിനെന്ത് ചെയ്താൽ മതി, 3 ആണ് അതിൻ്റെ ഭിന്നസംഖ്യ വരുന്നത്. 3നെ 35 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എത്രയാണ്, 35 എത്രയായി, 105 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 105 അത് ശരിയാണോ നോക്കാൻ ചെയ്താൽ മതി. 105 ഡിവൈഡ് ബൈ 3 എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കുക. ആ ഉത്തരം തന്നെ ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാകുക. 35 നിന്ന് ഉത്തരം വരും. അപ്പോൾ 105. അങ്ങനെ എല്ലാതും ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് നോക്കുക. 105, 60, 150, 270, 420 എന്ന് ഉത്തരം കിട്ടി. ഇനി ബാക്കി നമുക്ക് സുഖകരമായിട്ട് തന്നെ എഴുതി വെക്കാൻ പറ്റും. എന്ത് ചെയ്യുക, TC ആണെന്ന് എങ്ങനെ, ഇത് രണ്ടും കൂട്ടുക. 50ഉം 20ഉം കൂട്ടിക്കഴിഞ്ഞാൽ 70. അതാണല്ലോ ഇക്വേഷൻ എന്ന് നോക്കുക. 50 + 20 70, 80 20 100, 105 20 125, 60 20 80, 150 20 170, 270 20 290, 420 20 440 എന്ന് ഉത്തരം കിട്ടും. ഇനി അവസാനത്തത് MC കൂടിയും കിട്ടാനുണ്ട്. ആ MC എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. TC അഥവാ ഇതിൻ്റെയും ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഡെൽറ്റ TC ഡിവൈഡ് ബൈ ഡെൽറ്റ Q എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 0ൽ നിന്ന് ഇവിടെ ഫസ്റ്റ് ബ്ലാങ്ക് വരും. 70ൽ നിന്ന് 100 വർധനവ് സംഭവിച്ചു. 70ൽ നിന്ന് 100 വർധനവ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ 30 1ൽ നിന്ന് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അപ്പോൾ 30 ഡിവൈഡ് ബൈ 1 ഈക്വൽ ടു 30. അടുത്ത് 100ൽ നിന്ന് 125 വർധനവ് സംഭവിച്ചു. 100ൽ നിന്ന് 125 വർധനവ് സംഭവിച്ചു. എത്രയാണ് മാറ്റം വന്നിട്ടുള്ളത്? 100ൽ നിന്ന് 125 എന്ന് പറഞ്ഞാൽ 25. 2ൽ നിന്ന് 3 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 25 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്? 25. ഓക്കെ, 100ൽ നിന്ന് 25, 2ൽ നിന്ന് 3 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 25 ഡിവൈഡ് ബൈ 1 ഈക്വൽ ടു 25. അടുത്തത് 125ൽ നിന്ന് 80 വർധനവ് സംഭവിച്ചു. എത്രയാണ്? 125ൽ നിന്ന് 80 വർധനവ് സംഭവിച്ചു. എത്ര? -40. ഇവിടെ മൊത്തം ചേഞ്ച് 1 ആയതുകൊണ്ട് ആ 1നെ ഡിവൈഡ് ചെയ്താൽ മതി. അതാണ് ഞാൻ പറഞ്ഞു വരാത്തത്. അടുത്ത 80ൽ നിന്ന് 170. 80ൽ നിന്ന് 170 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45. 80ൽ നിന്ന് 170 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 അവിടെ ചേഞ്ച് വന്നിട്ടുള്ളത്. ആ 110 ഡിവൈഡ് ബൈ 1 110 തന്നെ. അപ്പോൾ 170ൽ നിന്ന് 290 എന്ന് പറഞ്ഞത് എത്ര ചേഞ്ച് വരുന്നത്? 120. 120 ഡിവൈഡ് ബൈ 1 120. അടുത്തത് അവസാനത്തതാണ് എത്ര? 290ൽ നിന്ന് 440 എന്ന് പറയുന്നത് 150 അവിടെ ചേഞ്ച് വന്നിട്ടുള്ളത്. 150 ഡിവൈഡ് ബൈ 1 150. ഒക്കെ ഇങ്ങനെയാണ് ഈ ഒരു ടേബിൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു TVC, TFC, TVC, SSC, SMC എന്ന് പറയുന്ന പ്രോബ്ലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരു ക്വസ്റ്റ്യന് താഴെ തന്നിട്ടുണ്ട്, അതെല്ലാവരും എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.